ബംഗളൂരു എന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ആദ്യം നമ്മൾ ചിന്തിച്ചു പോകുന്നത് അവിടുത്തെ ഗതാഗത കുരുക്കിനെ കുറിച്ചാണ്. ഈ ഗതാഗത കുരുക്കിൽ കഷ്ടപ്പെട്ട് സ്കൂളിലെത്തുന്ന കുട്ടികൾ പലപ്പോഴും മണിക്കൂറുകളോളം സ്കൂൾ ബസ്സുകളിലും കഴിയാറുണ്ട്. അതിരാവിലെ സ്കൂളുകൾ പ്രവർത്തനം ആരംഭിക്കുന്നതിനാൽ നേരം പുലരും മുൻപേ തന്നെ കുട്ടികൾ ബസ്സിൽ കയറണം. അങ്ങനെയുള്ള കുട്ടികൾക്കായി രാജ്യത്ത് ആദ്യമായി സ്കൂൾ ബസ്സുകളിൽ ശുചിമുറി ഒരുക്കിയിരിക്കുകയാണ് ബംഗളൂരുവിലെ ഒരു സ്കൂൾ. സർജാപുര റോഡിലെ ഇൻഡസ് ഇന്റർനാഷണൽ സ്കൂളാണ് കുട്ടികളുടെ ബുദ്ധിമുട്ടിന് പരിഹാരം കണ്ടെത്തിയിരിക്കുന്നത്. ബംഗളൂരു നഗരത്തിലെ ഗതാഗത കുരുക്കിൽപ്പെട്ട് ഒരു കുട്ടി സ്കൂളിലെത്തുമ്പോഴേക്കും വല്ലാതെ വലയും. പലപ്പോഴും പ്രാഥമിക ആവശ്യങ്ങളൊന്നും നിറവേറ്റാനാവാതെ കുട്ടികൾ കഷ്ടപ്പെടാറാണ് പതിവ്. ഇതിനൊരു പരിഹാരം കാണുകയാണ് സർജാപുരയിലെ ഇൻഡസ് ഇന്റർനാഷണൽ സ്കൂൾ. സർജാപുരയിൽ പ്രവർത്തിക്കുന്ന സ്കൂളിലേക്ക് 50 കിലോമീറ്റർ അപ്പുറത്തുള്ള യലഹങ്കയിൽ നിന്ന് വരെ കുട്ടികൾ പഠിക്കാനെത്തുന്നുണ്ട്. പലരും മണിക്കൂറുകളോളം ബസ്സിൽ ഇരിക്കേണ്ടി വരും. ഇവർക്ക് വേണ്ടിയാണ് ബസ്സിൽ ശുചിമുറി സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊരു IB സ്കൂളാണ്. അപ്പോൾ വലിയ ഏരിയയിൽ നിന്നുള്ള കുട്ടികൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2 മണിക്കൂർ വരെയൊക്കെ കുട്ടികൾ ബസ്സിലിരിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. അപ്പോഴാണ് മാനേജ്മെൻറ്റും ഞാനുമായിട്ട് ഇത് ആലോചിക്കുകയും ഞാൻ അതിനൊരു പോംവഴി കണ്ടെത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ടോയ്ലറ്റ് സംവിധാനമാണ് ഇത്, ഈ ബയോ ടോയ്ലറ്റ്. നിലവിലുള്ള ബസ്സിൽ ഞങ്ങൾ 4 സീറ്റുകൾ മാറ്റിയിട്ടാണ് ഈ സംവിധാനം ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. രാജ്യത്ത് ആദ്യമായാണ് സ്കൂൾ ബസ്സുകളിൽ ഇത്തരമൊരു സംവിധാനം ഒരുക്കുന്നത്. കുട്ടികളും ജീവനക്കാരും ഡബിൾ ഹാപ്പി. This is very convenient because we don't go through any anxiety. It's a safer ride and more free to use. The bio toilet is really convenient because usually we have to search for spots and you can't hold it for a long time. So it makes us feel like it's a safe space and that you don't really need to hold it for a long time. Some of our children leave as early as 6 a.m. in the morning and reach home by 5 p.m. in the evening. So having this on the bus is definitely a great initiative, and I think not just our school, other schools will also benefit from it. ബയോ ടോയ്ലറ്റ് സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. ശുചിമുറി മാലിന്യം ശാസ്ത്രീയമായി തന്നെ സംസ്കരിക്കും. ഇതിനായി പ്രത്യേകം 2 ടാങ്കുകളും ബസ്സിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇതൊരു ബയോ ടോയ്ലറ്റ് ആയതുകൊണ്ട് ഇതിലൊരു പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. ആ പൗഡറാണ് സോളിഡ് വേസ്റ്റ് അതിലെ ബാക്ടീരിയ ഈറ്റപ്പ് ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് വെള്ളം വേർതിരിക്കും. ആ വെള്ളം ശുദ്ധമായ വെള്ളമാണ്. അത് പുറത്തേക്ക് ഡിസ്പോസ് ചെയ്ത് പോകും. പിന്നെ 6 മാസത്തിലൊരിക്കൽ ആ പൗഡർ ചേഞ്ച് ചെയ്ത് പുതിയ പൗഡറും നിറയ്ക്കണം. അത്രയേ ഉള്ളൂ ഇതിൻ്റെ മാനേജ്മെൻറ്റ്. 5 ലക്ഷം രൂപ മുടക്കി ആദ്യഘട്ടത്തിൽ 2 ബസ്സുകളിലാണ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ഭാവിയിൽ ഇത് കൂടുതൽ ബസ്സുകളിലേക്ക് വ്യാപിപ്പിക്കാനും പദ്ധതിയുണ്ട്. മണിക്കൂറുകളോളം ബസ്സിലിരുന്ന് സ്കൂളിലെത്തുകയും തിരിച്ച് വീട്ടിലേക്ക് അത്ര തന്നെ നേരം ഇരുന്ന് പോവുകയും ചെയ്യുന്ന കുട്ടികൾക്ക് ഏറെ ആശ്വാസകരമാണ് ഈ സംവിധാനം. തീർച്ചയായിട്ടും മറ്റ് സ്കൂളുകൾക്കും ഇത് മാതൃകയാക്കാവുന്നതാണ്. ബംഗളൂരുവിൽ നിന്നും KB ശ്രീധരൻ, മാതൃഭൂമി.